മങ്കാന യുരീദുൽ ആജില ഫഅജൽനാ. ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് പെട്ടെന്ന് അല്ലാഹു ദുനിയാവിൽ തന്നെ തരുന്നതാണ്. ദുനിയാവിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനം ദുനിയാവിൽ തരും. ദുനിയാവിൽ ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടണം, അതിനുവേണ്ടിയാ ഞാൻ അവിടെ 10 ലക്ഷം കൊടുത്തത്, അറിയപ്പെടും. ദുനിയാവിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് അറിയപ്പെടണമല്ല, അതിനാണ് ഞാൻ തറാവീഹിലെ 1-ാമത്തെ സഫിൽ തന്നെ ആദ്യം ഇമാമിന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത്. കരുനാഗപ്പള്ളിക്കാരും കൊല്ലം ജില്ലക്കാരും മുഴുവനും അയാൾ സൂപ്പർ തറാവിയാണ്, അയാൾ അടിപൊളിയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങൂല, റമദാനായാൽ ദുനിയാവ് മൊത്തം അയാളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ തലമറക്കുന്നതെങ്കിൽ അവൾ മുഅ്മിനത്തായ പെണ്ണാണെന്ന് ലോകം മുഴുവനും അവളെ കുറിച്ച് പറയും. ദുനിയാവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അല്ലാഹു പറയുന്നു അജ്ജൽനാ, അത് നാം അവർക്ക് ധൃതിയാക്കി കൊടുക്കും, വേഗം കൊടുക്കും. ഒരു വലിയ പ്രഭാഷകനാണെന്ന് അറിയപ്പെടണം, ദുനിയാവിൽ അറിയപ്പെടും, പെട്ടെന്ന് തന്നെ കൊടുക്കും. നിനക്കതല്ലേ ആഗ്രഹം? വരട്ടെ, കാണുന്ന സ്ഥലത്തെല്ലാം ഫ്ലെക്സ് വരട്ടെ, പോകുന്ന സ്ഥലത്തെല്ലാം ആളുകൾ അറിയപ്പെടട്ടെ. ദുനിയാവിൽ നിന്റെ കൊതി അതാണെങ്കിൽ ഞാൻ മാറി നിൽക്കുന്നില്ല. ഫഅജ്ജൽനാ, അല്ലാഹു കൊടുക്കും. ദുനിയാവില് നല്ല ഖിറാഅത്തുള്ള ഉസ്താദാണെന്ന് അറിയപ്പെടണം. ഞാൻ ഖുർആൻ ഓതിയാ പള്ളിക്കകം മുഴുവനും കിടുകിടാ വിറയ്ക്കുമെന്ന് തോന്നണം, അതാണ് എന്റെ ആഗ്രഹം അല്ലാഹ് എന്നൊരു ഇമാം അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹ് പെട്ടെന്ന് തന്നെ ആ രീതിയിലാക്കി കൊടുക്കും. ആയിക്കോട്ടെ, ആഖിറത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് സമയം താമസിക്കുന്ന കിട്ടാൻ. ദുനിയാവ് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ഈ പിടിച്ച നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് ദുനിയാവിൽ വേണമെന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കി, പെട്ടെന്ന് കിട്ടും. ദുനിയാവിൽ നിങ്ങൾ അല്ലാഹ് ഞാൻ ഇന്ന് ഈ 30 ദിവസം റമദാനിൽ പിടിച്ച നോമ്പിന്റെ കൂലി എന്റെ ഭർത്താവിന്റെ നല്ലൊരു ജോലിക്ക് വേണ്ടി നീ അങ്ങോട്ട് കബൂലാക്കണം അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് പെട്ടെന്ന് നല്ല ജോലി കിട്ടും, വണ്ടിയായി, വീടായി, മദ്രസായി, നല്ല സൗകര്യങ്ങളൊക്കെ അല്ലാഹ് ഫഅജ്ജൽനാ, നാം ധൃതിയാക്കി കൊടുക്കും. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. അവൻ കൊണ്ടുപോയി നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ കൊണ്ടുപോയി തിന്നെന്ന് പറയൂലേ, അങ്ങനെ അള്ളാഹു തരും. ആഖിറത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന അന്ധനായ മനുഷ്യൻ ആരംഭ റസൂലിന്റെ സരസിന്റെ ഫ്രണ്ടിൽ വന്ന് വിളിച്ചപ്പോ മുത്ത് ഹബീബ് തന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു വലിയ സംഘമാണല്ലോ. അല്ലാഹ്, അറേബ്യയിലെ മുതലാളിമാരാണല്ലോ. അല്ലാഹ്, ഇവരെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അന്ധനായ പാവപ്പെട്ട പട്ടിണിക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിലേക്ക് ഞാനൊന്ന് തലതിരിച്ചു പോയാൽ ഈ മുതലാളിമാര് എഴുന്നേറ്റ് പോകുമോ അല്ലാഹ് എന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളഞ്ഞപ്പോ കാരുണ്യവാനായ അല്ലാഹു ഇടപെട്ടത് കണ്ടില്ലേ? എന്നിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലേ, അവന്മാരെ കൊണ്ടൊരു പുല്ലും ഈ ദുനിയാവിൽ നടത്താൻ അങ്ങ് പരിശ്രമിക്കണ്ട. അവന്മാരെ അഹങ്കാരികളാണ്. അങ്ങ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ പോലെയുള്ള പാവങ്ങളുണ്ടല്ലോ, അവരെ പരിഗണിക്ക് നബിയെ, അവരെ സലാം അടക്ക് റസൂലേ, അവർക്ക് മുസാഫഹത്ത് ചെയ്യ് നബിയെ, അവരെ ചോദ്യത്തിന് മറുപടി കൊടുക്ക ഹബീബേ. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങ് ഈ മുതലാളിമാരെടുത്തിരുന്നിട്ട് ഇപ്പൊ ദീനങ്ങോട്ട് ഉണ്ടാക്കാം എന്ന് അങ്ങ് കരുതണ്ട റസൂലേ എന്നാണ് പച്ച മലയാളത്തിൽ അബസവത്തവല്ല എന്ന് പറഞ്ഞ ആ സൂറത്തിന്റെ അർത്ഥം. അതാണ് അബസവത്തവല്ല വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. ഞാൻ ഈ പറഞ്ഞ മലയാളമാണ് ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂലേ, വെറുതെ അവന്മാരെടുത്തിരുന്ന് സമയം നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹ് പറഞ്ഞതാണ്, ഈ പാവപ്പെട്ടവന്റെ കൂടെ പൊയ്ക്കോ, അവന്മാര് വേണമെങ്കിൽ ആയിക്കോളും, അവിടെ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്തണ്ട. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പാവപ്പെട്ടവന്റെ കൂടെ ആരാ ഉള്ളത്? പള്ളിയിലെ ഖത്തീബുണ്ടോ? ഖത്തീബ് മൊത്തം പണക്കാരുടെ കൂടെയാണ്. അവരെ കല്യാണത്തിന് പോകുന്നു, അവരെ കടവുദ്ഘാടനത്തിന് പോകുന്നു, അവര് വണ്ടി കൊണ്ട് കൊടുക്കുന്നു, അവര് AC കൊടുക്കുന്നു, അവരങ്ങനെ കൊടുക്കുന്നു. പാവപ്പെട്ടവൻ വന്ന് സലാം പറഞ്ഞാൽ പോലും മടക്ക ഖത്തീബ് ഉണ്ടാവൂല. കാരണം അവർക്ക് ഇഷ്ടം ഇതാണ്. എല്ലാ ഉസ്താദുമാരെയല്ല ഞാൻ പറയുന്നത്, അവർക്ക് ഇഷ്ടം ഇതാണ്. ഇവരുടെ കൂടെ നടക്കുമ്പോൾ നല്ല സുഖമാണ്, കുറച്ച് പൈസ കിട്ടും, അവര് വലിയ മൊബൈൽ, ഇവർക്ക് വലിയ മൊബൈൽ, അവർക്ക് വലിയ വണ്ടി, അവർക്ക് വലിയ വണ്ടി, നല്ല രസമാണ്. ഞാൻ ഉൾപ്പെടെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ഇരിക്കലാണ്.
അവരോടൊപ്പം ഇരിക്കലാണ്. നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണത്തിന് വിളിച്ചു നോക്കട്ടെ. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പട്ടിണി പാവമായ ഒരുപാട് ആളുകൾ പണം പിരിച്ചു നടത്തുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അന്ന് താത്താക്കില്ലാത്ത വയറുവേദന കാലുവേദനയൊക്കെ ഉണ്ടാവും. നീ പോയിട്ട് വാ മക്കളെ, എനിക്ക് സുഖമില്ല, ഞാനിന്ന് വരുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു കോടിപതിയുടെ മോളെ കല്യാണമാണെങ്കിലോ തലേ ദിവസമേ അലമാര തുറന്നിട്ട് ഏതിടണം, റെഡ് വേണോ ബ്ലാക്ക് വേണോ സെലക്ട് ചെയ്യും. അതിനുവേണ്ടി മണിക്കൂറുകൾ സമയമെടുക്കും. എന്നിട്ട് ഒരുങ്ങി വന്നിട്ട് ഇക്കാനോട് ചോദിക്കും, ഇത് മാച്ച് ഉണ്ടോ? ഇങ്ങനെ എന്തിനാണെന്നറിയോ? ഇവിടെ പവർ കാണിക്കാൻ പോവാനാ. മനസ്സിലായില്ലേ സഹോദരി? ഞാൻ തമാശ പറഞ്ഞതല്ല, മനസ്സിലായില്ലേ? പവർ കാണിക്കാൻ പോവാനാ. അതാണ് ആളുകൾക്ക് ഇഷ്ടം. അത് മനുഷ്യ സഹജമാണ്. അതിനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ ഒരു പാവപ്പെട്ടവന് ഒരു ചെറിയ ചായക്കട തുടങ്ങിയാൽ ആര് പോവും? കച്ചവടം ഉണ്ടാന്ന് പോലും ചിലപ്പോ കരുനാഗപ്പള്ളിക്കാർ ചോദിക്കൂല. എന്നാ വലിയൊരു സ്വർണ്ണക്കടയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ക്ഷണിക്കണമെന്നൊന്നുമില്ല. അത് മനുഷ്യ സഹജമായി പോയി. നമ്മുടെ രീതിയിൽ അത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു, അതാണ് പറഞ്ഞത്. ഈ ഒരു രോഗം പെട്ടെന്ന് 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 നമ്മുടെ ഉള്ളിലേക്ക് പടർന്നു കയറും. അതുകൊണ്ടാണ് പണ്ടൊരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞത്, പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. സൂഫിയാക്കളുടെ പാട്ടാണ്. സൂഫിയാക്കൾക്കാണ് മനസ്സിലാവുക. എന്നാലും ഇടയിൽ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, അവർക്ക് തിരിയും. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു. പട്ടാപ്പകല് ചൂട്ടും കൊണ്ട് മനുഷ്യനെ തേടി നടന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല. പകല് പോലും ചൂട്ട് കത്തിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല. എല്ലാരും മൃഗങ്ങളാണ്. എല്ലാവർക്കും ദുനിയാവ് മതി, എല്ലാവർക്കും പണം മതി, എല്ലാവർക്കും ആഡംബരം മതി, എല്ലാവർക്കും ആഘോഷം മതി. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പ്രമാണിയായ നാട്ടിലെ ഒരാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അറിവ് പഠിക്കാൻ വേണ്ടി, ഈമാൻ കൂട്ടാൻ വേണ്ടി വരികയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായ മനുഷ്യനാണ്. ഒരുപാട് കറാമത്ത് കാഴ്ചവെച്ചിട്ടുള്ള അത്ഭുത മനുഷ്യനാണ്. അതുകൊണ്ട് ആരൊക്കെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഇൽമു പഠിക്കുന്നുവോ, ആരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ, അവർക്ക് അല്ലാഹു ഈമാൻ കൊടുക്കുന്ന പതിവുണ്ട്. നാട്ടിലെ പ്രമാണിയായ സമ്പന്നനായ അഹങ്കാരിയായ ഒരു മനുഷ്യനുണ്ട്. അയാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് കുറച്ചു കാലം നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നു. കുറെ ദിവസം ഇങ്ങനെ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു, അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ കേട്ടു, അദ്ദേഹം പറയുന്ന വിജ്ഞാനങ്ങൾ മുഴുവനും പഠിച്ചു. ഒരു ദിവസം ആ പ്രമാണിയായ മനുഷ്യൻ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ഇവിടെ വന്നു നിന്ന മനുഷ്യർക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി എന്ന് പറയുന്ന കേട്ടല്ലോ. എനിക്കൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെ വന്നതുകൊണ്ട് എനിക്കൊരു ഇൽമും കിട്ടിയിട്ടില്ല, എനിക്ക് എന്റെ ഈമാൻ കൂടിയിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല, അത് നമ്മൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മുടെ പള്ളിയിൽ ഖത്തീബ് ജുമാഅക്ക് പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഖത്തീബിനെക്കാളും വിവരമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാ, വലിയ പ്രസംഗമൊന്നുമല്ല എന്ന് നമ്മൾ ചില ആൾക്കാർ ജുമാ കഴിയുമ്പോൾ പറയും. അതിന്റെ പേരാണ് നമ്പർ 1 അഹങ്കാരം എന്ന്. എല്ലാ മൊയിലാർക്കും പറഞ്ഞത് തന്നെയാണ് ഇനിയും വരാനുള്ള മൊയിലാർക്കും പറയാനുള്ളത്. പുതിയതൊന്നും മൊയിലാർക്ക് ഖുർആനിൽ നിന്ന് എടുക്കാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാം. ഈ ദിക്റല്ലേ മൊയിലാര് പറയാൻ പോണത്, ആ ദുആല്ലേ പറയാൻ പോണത്, ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ വേറെ ഖുർആൻ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ അഹങ്കാരത്തോടു കൂടി സ്വീകരിക്കൂല എന്ന് പറയൂല. ആ ഒരു സ്വഭാവമാണ് ഈ പ്രമാണിക്കുണ്ടായത്. അയാൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് സാധാരണ പറയണ തന്നെയാണ്, ഞാനത് കേട്ടു. നിങ്ങളെ പുറകിൽ നിസ്കരിച്ചു, എന്റെ ഈമാനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിങ്ങൾ മടങ്ങി പോവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം.
ഒരു കൊട്ടയെടുക്കുകയാണ്. ആ കൊട്ട നിറച്ച് മാമ്പഴം കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, ജനത്തിരക്കുള്ള കമ്പോളത്തിന്റെ ഭാഗത്ത് ആ ഒരു കുട്ട നിറച്ച് മാമ്പഴവും കൊണ്ട് താങ്കൾ പോയിരിക്കണം. ഇത് ഗുരുനാഥനാലയന്റെ നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ അഭ്യർത്ഥനയാണ്. ആ മാമ്പഴവും കൊണ്ട് റോഡരികിൽ പോയിരിക്കണം. നിങ്ങളുടെ ആ കൊട്ടയിൽ നിന്ന് ആരെങ്കിലും ഒരു മാമ്പഴം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ചെരുപ്പ് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരടി അടിക്കണമെന്ന്, ചെരുപ്പ് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരു അടി അടിക്കണമെന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്. ചെരുപ്പ് കൊണ്ട് ഒരു അടി അടിക്കുന്നവർക്ക് ഒരു മാമ്പഴം, രണ്ടടി അടി തരുന്നവർക്ക് 2 മാമ്പഴം, 3 അടി തരുന്നവർക്ക് 3 മാമ്പഴം. ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് ഒരു കൊട്ടയ്ക്കകത്ത് മാമ്പഴമായിട്ട് പോയിരിക്കണം. ആളുകൾ വന്ന് മാമ്പഴത്തിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം പൈസ ഒന്നും വേണ്ട, നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കൊണ്ട് എന്റെ കവിളിൽ ഒരു അടി അടിക്കുക, അവർക്ക് 1 മാമ്പഴം തരും. 2 അടി അടിക്കുന്നവർക്ക് 2 മാമ്പഴം തരും. 3 അടി അടിക്കുന്നവർക്ക് 3 പഴം തരും. കുട്ടയുടെ മാമ്പഴമൊക്കെ തീർന്ന് കവിളൊക്കെ പൊട്ടി അളിയും തിരിച്ച് മടങ്ങി വരികയാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടുത്തേക്ക്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നപ്പോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഇനി ഒരു ദിവസം മാത്രം നീ എന്റെ അടുത്ത് നിന്നാ മതി. അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് നിന്നെ മാറ്റിത്തരാൻ എനിക്ക് കഴിയും. പ്രമാണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, താങ്കൾ എന്താ ഈ പറയുന്നത്? ഓരോ അടിയിലും ആ റോഡരികത്ത് വീണുപോയത് താങ്കളുടെ ഉള്ളിൽ താങ്കൾ ആരോ ആണെന്ന തോന്നലുണ്ടായിരുന്ന അഹങ്കാരമാണെന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തരാടി എന്ന് പറയൂലേ, നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തരാടി എന്ന് പറയൂലേ? എന്താ അതിന്റെ അർത്ഥം? 2 എണ്ണം കിട്ടുമ്പോ അഹങ്കാരം മാറുന്നതിന്റെ അർത്ഥം. ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് 2 എണ്ണം കിട്ടിയാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള എന്താണെന്നറിയോ? ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് ഭർത്താവ് കളിയാക്കല. കാരണം അവര് വലിയ ചാൻസർ ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. കുടുംബക്കാരെ മുമ്പ് വെച്ച് നീ മറ്റുള്ളടി നിന്റെ വാപ്പം 4 പ്രാവശ്യം അതിരാടിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോ തിരിച്ച് റൂമിൽ ഒന്ന് മണവറ വന്നിരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചില്ല. കാരണം എന്താ? ഭയങ്കര അഹങ്കാരമായിട്ട് നടന്നതാ. കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി എല്ലാം കുളമായി. ഇഫ്താറിന് വേണ്ടി വണ്ടി വിളിച്ച് പോയതാ. ഇഫ്താർ ഈത്തപ്പഴവും ഇങ്ങനെ കുരു ഉൾപ്പെടെ അകത്തിറങ്ങി പോയിട്ട് താത്താക്ക് സങ്കടം മാറിയില്ല. തിരിച്ചു വന്നിട്ട് കരച്ചിലോട് കരച്ചിൽ. കാരണം എന്താ? എന്റെ കുടുംബം അങ്ങനാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആനാ ചേനാന്നൊക്കെ പറഞ്ഞിരുന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വാളീസായി, അഹങ്കാരം തീർന്നു. അന്നത്തെ താത്താടെ തറാവി സൂപ്പർ ആയിരിക്കും. അന്ന് തറാവി നിൽക്കുമ്പോ തന്നെ കരയും, അല്ലാഹ് എന്തൊരു പാവമാണ് റബ്ബേ ഞാൻ. കഴിഞ്ഞ ദിവസത്തെ തറാവി അങ്ങനെ ആയിരുന്നില്ല. കാരണം വാപ്പ വലിയ മുതലാളി, അല്ലാഹു അക്ബർ. ആ തറാവി ആർക്ക് വേണം? അഹങ്കാരം തീരുന്ന തറാവി അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ എന്തോ ആണെന്ന്. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താണ്? ഒരു അസുഖം വന്നാൽ, വൈസ് പ്രസിഡന്റിന്റെ ഭാര്യക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, ഒരു അസുഖം വന്നാൽ തീർന്നില്ലേ? ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ ആദ്യം അവസാനിക്കുന്നത് അയാളുടെ അഹങ്കാരമാണ്. അയാൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയും, തേങ്ങിക്കരയും, അല്ലാഹു എന്റെ ജീവിതം തീരാൻ പോകണല്ലോ, ഇതുവരെ സമ്പാദിച്ചതൊക്കെ ഇനി ഇതിന്റെ മരുന്നിനും കാര്യത്തിനൊക്കെ ചെലവഴിക്കണമല്ലോ, കുറച്ച് കഴിയുമ്പോ മക്കൾ പോലും വെറുക്കലോ റബ്ബേ, അല്ലാഹുവേ പടച്ചോനെ ഞാൻ അവസാനിക്കണല്ലോ അല്ലാഹ്. പിന്നെ ഒരു തോന്നല് അവൻ ഉണ്ടാവൂല. പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കാൻ തോന്നൂല, പിന്നെ മറ്റുള്ളവരെ കളിയാക്കാൻ തോന്നൂല. പിന്നെ നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിന്റെ മണ്ടയിൽ കാലും വെച്ച് നിസ്കരിക്കാൻ വരുന്നവരെ മുഴുവനും മീറ്റർ കൊണ്ട് അളക്കാൻ യവന് തോന്നൂല. എന്തുകൊണ്ട്? ഇയാളുടെ അഹങ്കാരം വീണുടഞ്ഞു പോയത് കൊണ്ട്. നമുക്കങ്ങനല്ല. നമുക്ക് ചങ്കൂറ്റമുണ്ട്, പവറുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് പള്ളി വരുന്നവർ മൊത്തം എന്റെ അടിമകളെ പോലെയാണ് നമ്മൾ കാണുക. അവനെ കളിയാക്കും, അവിടെ ഇരിക്കാൻ പാടില്ല, അങ്ങോട്ട് മാറിപ്പോടാ, ഇങ്ങോട്ട് മാറിപ്പോടാ, നീയൊക്കെ റമദാന് മാത്രം വരുന്നവനല്ലടാ, അങ്ങനെ തോന്നലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇത് മാറ്റണം സഹോദരങ്ങളെ. ഇത് മാറ്റാതെ നമുക്ക് ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കിടക്കാൻ പറ്റൂല, ഒരിക്കലും കിടക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ ഒരു രോഗം തന്നിട്ടുണ്ടെങ്കിൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് ഉസ്താദേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇൽമും ഈമാനും പഠിക്കാത്തത്. ഈ അഹങ്കാരം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു പൊട്ടിക്കരന്നിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായി മാറിപ്പോയി. അബൂജഹലിന് പറ്റിയതെന്താ നിങ്ങൾ ആലോചിച്ചു. നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിക്കുന്നവരല്ലേ? അല്ലാഹുവേ ഒന്ന് കാണാൻ, പടച്ചവനെ ഒന്ന് കാണാൻ, ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഒന്ന് മുത്താൻ.
ആയിരം പൂക്കളിൽ കണ്ടില്ല ഞാൻ എൻ്റെ ആറ്റലാം നൂറിൻ്റെ ആ സുഗന്ധം. ആരിരോ പാടുന്ന ഉമ്മയിൽ ഇല്ലല്ലോ ആ തിരു ഹബീബിൻ്റെ സ്നേഹനാദം. മതിയാകാത്ത വാക്യമേ, കൊതിതീരാ പ്രകാശമേ, അതിദൂരം ഇരുന്നു ഞാൻ പാടുന്നു നബിയേ. അല്ലാഹുവേ, ഈ റമളാനിന്റെ ഈ മജ്‌ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഹബീബിനെ ഒരു സെക്കൻഡ് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു എത്ര പാടിയാലും എത്ര എഴുതിയാലും തീരാത്ത ആ പ്രകാശ ഗോപുരത്തിന്റെ മുമ്പിൽ തടിവടി പോലെ നിൽക്കാൻ കഴിഞ്ഞു അബൂജഹലിന്. എന്നിട്ട് ആ പ്രകാശം നെഞ്ചിൽ കയറിയോ? ആ ഈമാൻ നെഞ്ചിൽ കിട്ടിയോ? കിട്ടിയില്ല. എന്തുകൊണ്ട്? അഹങ്കാരമുള്ളത് കൊണ്ട്. അഹങ്കാരമുള്ളത് കൊണ്ടാണ്. വേറെ ഒരു പ്രശ്നവും അബൂജഹലിനില്ല. വേറെ എന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആ ചരിത്രം പഠിക്കുക. എന്തെങ്കിലും പ്രശ്നം വേറെ ഉണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വേറെ ഒരു പ്രശ്നവുമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്നെ നബിയാക്കിയില്ല. ഈ കമ്മിറ്റിയെ വേറൊരു സംഘത്തിന് ഇഷ്ടപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? എന്നെ കമ്മിറ്റിയിൽ എടുക്കില്ല. അതാണ്. അല്ലാതെ ഈ കമ്മിറ്റി ചെയ്യുന്ന പ്രവർത്തനം നല്ലത് മോശം അങ്ങനെയൊന്നുമല്ല. എന്നെ എടുത്തില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഇവർ ചെയ്യുന്നതൊക്കെ ഹറാമാണ്. ഞാൻ പറഞ്ഞ മൗലിയാരെ കൊണ്ടുവരാത്തോണ്ട് ഇനി ഏത് മൗലിയാരി വന്നാലും ഞാൻ അംഗീകരിക്കൂല. അതാണ് അബൂജഹൽ. ആ പറയുന്നവർ ഇന്ന് കരുനാഗപ്പള്ളിയിലുണ്ടെങ്കിൽ അവർ പഠിച്ചത് അബൂജഹൽ പ്രിൻസിപ്പളായ കോളേജിലാണ്. ഞാൻ പറയുന്നത് ഗൗരവത്തോടു കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഇത് നമുക്ക് നമ്മളാവാൻ വേണ്ടിയിട്ടുള്ള നസീഹത്താണ്. നമുക്ക് നമ്മളാവാൻ വേണ്ടിയിട്ടുള്ള നസീഹത്താണ്. നമ്മളായില്ലെങ്കിൽ പിന്നെ ഈ റമദാൻ നമുക്ക് എതിരാവൂലേ? റമദാൻ നമ്മളെ ശപിക്കൂലേ? ഇനി ഒരു റമദാൻ വരുമ്പോ നമ്മൾ ഉണ്ടാവൂല്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇനി ഒരു റമദാൻ വരുമ്പോ നമ്മൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അബൂജഹലിനുള്ള ഒറ്റ പ്രശ്നമുണ്ടായിരുന്നു. അബൂജഹൽ ഖുർആൻ കേൾക്കുമായിരുന്നു. തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒളിച്ചിരുന്നിട്ട് സഹാബത്തിന്റെ വീടിന്റെ മുന്നിലെ കൽച്ചെടികൾക്ക് മുൾച്ചെടികൾക്ക് മറവിലിരുന്നിട്ട് ഖുർആൻ കേൾക്കുമായിരുന്നു. അത് കേൾക്കാൻ നല്ല രസമാണെന്ന് അബൂജഹൽ പറയുമായിരുന്നു. 100-ലധികം പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്തേക്ക് അബൂജഹൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും അബൂജഹലിന്റെ മനസ്സിന്റെ കത്താ നുബുവത്തിന്റെ പ്രഭ വരുന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അയാബൂനർക്കത്താൽ ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ? ധനവും പ്രതാപവും ഞങ്ങളിലാണ്. അതാണ് അഹങ്കാരം. ധനവും പ്രതാപവും ഞങ്ങളിലാണ്, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവനാണ്. എന്നിട്ടീ മിസ്കീനായോ നബിയായി വന്നോ? അല്ലാഹുവിന്റെ റസൂൽ മിസ്കീനാണ്, യതീമാണ്. അവനേക്കാൾ കേമൻ ഞാനാണ്, അവനേക്കാൾ കേമൻ ഞാനാണ്. ഒരു യതീമിന്റെ പിന്നാലെ നടക്കാൻ അബൂജഹലിനെ കിട്ടൂല. ഒരു പാവപ്പെട്ടവന്റെ പിന്നാലെ നടക്കാൻ അബൂജഹലിനെ കിട്ടൂല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാത്തതും ഇസ്ലാം സ്വീകരിക്കാത്തതും. അപ്പൊ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും അംഗീകരിക്കൂല, ഒരു നസീഹത്ത് നമ്മൾ കേൾക്കൂല. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുള്ളവരെന്താ പറയാ? ഓ, ഇയാള് പിന്നെ ഭയങ്കര പ്രഭാഷണം, ഇപ്പൊ അങ്ങ് നന്നാക്കി കളയും കരുനാഗപ്പള്ളി. ഇത് പറയും, അത് അഹങ്കാരികൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ അഹങ്കാരം എന്റെ ഉള്ളിലുണ്ടോ എന്ന് പേടിക്കുന്ന മുഅ്മിനായ മനുഷ്യനാണെങ്കിലോ ഈ കസേരയിൽ ഇരുന്ന് കരയും, സാറേ നിങ്ങൾ തമാശയൊക്കെ പറയുന്നെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടി. റമദാൻ സ്വീകരിക്കുവോ, നോമ്പ് സ്വീകരിക്കുവോ, എന്റെ ഉള്ളിൽ അസുഖമുണ്ടോ, ഞാനൊരു അഹങ്കാരിയാണോ? അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വന്ന സഹോദരിയും സഹോദരനും ഹൃദയം പൊട്ടുന്നുണ്ടെങ്കിൽ അത് കാണാൻ റബ്ബായ തമ്പുരാന്റെ മലക്കുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോകരുത്. അവർക്കൊരു പരിഗണന അല്ലാഹു കൊടുക്കും, അവർക്കൊരു പരിലാളനം അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അരയിൽ തോൽപാത്രവും കെട്ടി ചുമന്നുകൊണ്ട് നടന്നു പോവുകയാണ്.
ഒരുപാട് പാവങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം കൊടുക്കുകയാണ്, പാല് കൊടുക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോകുമ്പോൾ പലരും പറയുകയാണ്, യാ ഉമറുൽ ഖലീഫ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഖലീഫ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമറേ, ഈ രാജ്യത്തിന്റെ പരിപാലനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഉമറേ, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു ഖലീഫക്ക് പറ്റിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പാവപ്പെട്ട അടിയാറുകളുടെ മുമ്പിലൂടെ അരക്കെട്ടിൽ തോൾപാത്രവും കെട്ടിയിട്ടവർക്ക് വെള്ളവും പാലും കൊടുത്തുകൊണ്ട് നടന്നു പോകുമ്പോ നിങ്ങളൊരു ഖലീഫയാണോ? നിങ്ങളൊരു രാജാവല്ലേ? കസേരയിലിരിക്കേണ്ടവനല്ലേ? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ജനങ്ങൾക്ക് എന്നെ കുറച്ചു പുകഴ്ത്തി പറയൽ കൂടുതലായതുകൊണ്ട് അതിനൊന്ന് ഞാൻ തടയിട്ടതാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജനങ്ങളൊക്കെ ഭയങ്കര ഖലീഫയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതമാണ്, അയാൾ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ ഞാൻ എന്തോ ആണെന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടെന്നാ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെള്ളം കൊടുക്കാം, പാല് കൊടുക്കാന്ന് തീരുമാനിച്ചു. അൽഹംദുലില്ലാ. നമ്മൾ ആലോചിക്കണം, ഈ ഇഫ്താറൊക്കെ നടത്തുമ്പോൾ ചില സ്ഥലത്ത് ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിലേക്ക് പോകുമ്പോൾ KMCCയുടെ ഇഫ്താർ ഒക്കെ സമസ്തയുടെ ഇഫ്താറൊക്കെ നടക്കുമ്പോ അവിടുത്തെ നേതൃത്വം ഇറങ്ങി വിളമ്പുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് സ്റ്റാഫുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്കൊരു തോന്നലുണ്ടാവും നമ്മൾ എന്തുവാണെന്ന്. ആ തോന്നല് ഈ വിളമ്പി കൊടുക്കാൻ ആളുണ്ടാവും. അതിനുശേഷം ഈ കഞ്ഞി പാത്രം ഒന്ന് കഴുകി വെച്ച് നോക്കണം. നമ്മുടെ അഹങ്കാരം എപ്പോ തീർന്നെന്ന് ചോദിച്ചാൽ മതി. കഴുകി വെച്ച് നോക്കണം, ഒരു ദിവസം കഴുകണം. പ്രിയപ്പെട്ടവരെ, കഴുകാൻ വേണ്ടി പൈസ കൊടുത്ത് നിങ്ങൾ ആളെ വെച്ചിട്ടുണ്ട്, ശരി, സമ്മതിച്ചു, എന്നാ ഞാനിവിടെ സഹായിക്കാം, അങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് പൈപ്പിന് വെള്ളമൊക്കെ പിടിച്ച് നിങ്ങൾ കഴുകി നോക്കണം. നിങ്ങൾ വേറെ എന്തോ ആയതുപോലെ, നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്തോ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. ആലോചിച്ചോ, അങ്ങനെ തോന്നും. അങ്ങനെ തോന്നണം നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. ഹബീബായ മുത്ത് റസൂൽ അങ്ങനെ ആയിരുന്നല്ലോ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. സഹാബത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ ഓരോ സഹാബികളും പറയുകയാണ്, യാ റസൂലല്ലാഹ്, വിശക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കുകയാണ്. ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. ഒരാൾ പറയുന്നു ഞാൻ മാവ് കുഴയ്ക്കാം, ഒരാൾ പറയുന്നു ഞാൻ മത്സ്യം കഴുകാം, ഞാൻ മാംസം കഴുകാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഞാൻ വിറക് കൊണ്ടുവരാ. സ്വഹാബത്ത് കരയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുള്ളപ്പോ നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങളുള്ളപ്പോ നിങ്ങൾ എന്തിനാ നബിയെ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു ഖൗമിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവരെ ഖിദ്മത്ത് ചെയ്യുന്നവർ. ഒരു ഖൗമിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവർ. അങ്ങനെയാണെങ്കിലാണ് ആ ഖൗമ് നന്നാവുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ആ ഖൗമ് നന്നാവുള്ളൂ എന്നർത്ഥം. ഇലക്ഷൻ വരികയാണ്, ആലോചിക്കണം ഖിദ്മത്ത് ചെയ്യുന്നത് ആരാണ്, കസരലിരിക്കുന്ന ആരാണെന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കൂ എന്നും നിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെയാണ് ചില ആളുകൾ പറയാ, എത്ര വോട്ട് ചെയ്തിട്ടും കാര്യമില്ലടേ, അലിയാരെ പോയി, എല്ലാം പോയി, ഖത്തം ഹോ ഗയ. അങ്ങനെ പറയാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റഹ്മത്തിനെ ചവിട്ടിത്തെക്കലാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിരലും കൊണ്ട് പോകുമ്പോൾ വിശന്നു മരിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ മക്കളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്താൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു മനുഷ്യനാകാൻ പറ്റും, നീതിയുടെ ഭാഗത്ത് നിലകൊള്ളാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടി അലിഞ്ഞില്ലാണ്ടാവും, എന്നിട്ട് പുതിയൊരു സാധനം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലാണ്, ഞാൻ മരിക്കുന്നത് ഈ പാർട്ടി തന്നെ ആയിരിക്കും, എന്റെ ഉമ്മ ഈ പാർട്ടിയായിരുന്നു, എന്റെ വാപ്പ ഈ പാർട്ടിയായിരുന്നു, വാപ്പാന്റെ വാപ്പ ആ പാർട്ടിയായിരുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിലവിൽ നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നത് ഏതാണോ അതിന് കൊടുക്കുക. അവിടെ നിങ്ങളുടെ അടിസ്ഥാനപരമായ പാർട്ടിയൊക്കെ ചിലപ്പോൾ നിങ്ങൾ മറക്കേണ്ടി വരും. അത് വല്ലാണ്ട് അലിഞ്ഞ് രക്തത്തിൽ ചേർന്നാൽ അവർ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കേണ്ടി വരും. അതൊക്കെ മാറ്റേണ്ട സമയം എത്രയോ കാലങ്ങൾ മുമ്പ് കഴിഞ്ഞു. അങ്ങനെ മാറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പലരും ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ സംഭവിക്കൂ എന്നൊന്നും പറയണ്ട, അങ്ങനെ പറയാൻ പാടില്ല. വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ലടേ, അലിയാരെ സുബൈറെ ഒക്കെ പോയില്ല, എല്ലാം പോയില്ല, അങ്ങനെ പറയരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ,
അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് നാശം മുറിഞ്ഞു പോകരുത്. പിന്നെ ചില സഹോദരിമാരുണ്ട്, ഞാൻ വോട്ട് ചെയ്യില്ല, അങ്ങനെ ചില ആളുകളുണ്ട്, ഞാൻ വോട്ട് ചെയ്യില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു വെറൈറ്റിയാണ്. കുടുംബക്കാരൊക്കെ അവള് വോട്ടിനൊന്നും പോകില്ല, അവള് ഭയങ്കര ഈമാൻ. അങ്ങനൊന്നുമല്ല ചെയ്യേണ്ടത്. ചെയ്യാത്തവരെ കൂടി വിളിച്ചുകൊണ്ടുപോയി ചെയ്യിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ ഇലക്ഷന് ഒരു വോട്ട് നഷ്ടപ്പെടുത്തരുത്, ഒരാളും നഷ്ടപ്പെടുത്തരുത്, ഒരാളും ഒഴിവാകരുത്. പിന്നെ നമ്മൾ ഈ ഏപ്രിൽ വെക്കേഷൻ സമയമായതുകൊണ്ട് ടൂറും യാത്രയും ഉംറയും എല്ലാം ആ സമയത്താണ് വെക്കുന്നത്. ഇലക്ഷന് ശേഷമാക്കുക അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോൾ നമ്മളത് ഗൗരവത്തോടെ ചിന്തിക്കണം. എനിക്കതിലൊക്കെ വലിയ ടെൻഷൻ ഉള്ളത് ഈ വടകര ഭാഗത്തൊക്കെ നമ്മൾ ആലോചിക്കണം. വടകരയിലെ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ 99% അവിടുത്തെ ചെറുപ്പക്കാരും ഗൾഫുകാരാണ്. അവിടുത്തെ കച്ചവടക്കാർ, ബിസിനസ്സുകാരൊക്കെ ഗൾഫിലാണ്. ഫാമിലി ആയിട്ട് അവർ ഗൾഫിലേക്ക് പോകുന്ന സമയമാണ്. ഞാൻ ആ നാടെടുത്ത് പറയാൻ കാരണം ആ നാട് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഒരുപാട് അവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ സഹോദരങ്ങളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ പിന്നെ റെസ്റ്റോറന്റുകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്നവരാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു വരാൻ പറ്റണം. നമ്മുടെ നാടിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പുതുനന്മയെ മനസ്സിലാക്കിയിട്ട് വരാൻ സാധ്യമാകണം. അപ്പൊ അവിടെയൊന്നും നമ്മളൊരു വലിയ ഷോ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യൂല, ഞാൻ ചെയ്തിട്ടും കാര്യമില്ല, അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. പല തുള്ളിയാണ് പെരുവെള്ളമാവുന്നത്. പല വോട്ടാണ് ഒരു സ്ഥാനാർത്ഥിയിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത്. പല വോട്ടാണ്. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും അത് ഗൗരവത്തോടുകൂടി ഇടപെടേണ്ടവർ ഇടപെടുകയും പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുകയും, അതും മഹല്ലടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അതിന്റെ ഗൗരവം രാഷ്ട്രീയവൽക്കരിക്കാതെ അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം നേതൃത്വത്തിന്റെ സാധ്യമാകണം. സഹോദരിമാർക്കൊന്നും അതിന്റെ ഗൗരവമൊന്നും അറിയില്ല. അവരിപ്പോഴും യൂട്യൂബിൽ അപ്പം ചുട്ട് കേക്ക് ഉണ്ടാക്കി നടക്കുകയാണ്. അറിയില്ല, പാവങ്ങളാണ്, പറഞ്ഞു കൊടുക്കണം. അവരിപ്പോഴും ഇങ്ങനെ ഈ ഭക്ഷണം അതിങ്ങനെ എങ്ങനെയാണ് പാചകം ചെയ്യുക, ഏത് രാജ്യത്ത് പോയാലാണ് നല്ല കാലാവസ്ഥ ഉണ്ടാവുക, യൂട്യൂബിൽ ബ്ലോഗർമാർ പറയുന്ന അതിന്റെ കൂടെ പോകാൻ വേണ്ടി ഭർത്താവിന്റെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വളരെ സ്വർണ്ണ കൂരി കാത്തിരിക്കാൻ. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളായ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാൻ, ബോധ്യപ്പെടുത്തണം. ആരാണ് പത്രം വായിക്കുന്നത്? അതിന് ആർക്കാ നേരം? ലോകത്ത് എന്ത് നടന്നാലും നമുക്കെന്താ? പത്രം വീട്ടിലുണ്ടാവും, 4 എണ്ണം സിറ്റൗട്ടി ഒന്ന് കിടക്കുന്നുണ്ടാവും, ആരും നൂത്തൂര് നോക്കുന്നുണ്ടാവും. ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോക്കാൻ സമയമില്ല നമ്മുടെ സഹോദരിമാർക്ക്. നമുക്കിങ്ങനെ കുറെ ചാനൽ പ്രോഗ്രാമും കുറെ ബിഗ് ബോസും ഗുഡ് ബോസും പിന്നെ നോമ്പായ പോലും ഇതൊക്കെ തന്നെ ചെറുപ്പക്കാർക്ക് കുറെ കളിയും ഇതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ച് ഇപ്പോഴും ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ അവസ്ഥ എന്ത് എന്നറിയാത്ത ഒത്തിരി ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരം. അതുകൊണ്ടത് ഇലക്ഷന് മുമ്പ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ലോകത്ത് എന്ത് അല്ലാഹു സംഭവിക്കാൻ തീരുമാനിപ്പിച്ചാലും അത് തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ നമ്മളാവണം. അതിനുശേഷം സംഭവിച്ചോട്ടെ. നമ്മളിങ്ങനെ മരങ്ങോടന്മാരായി മയ്യത്തുകളായി നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ജീവനുള്ളവരാവണം, ഇസ്സത്തുള്ളവരാവണം. അല്ലാഹു അതിന് നമുക്കൊക്കെ കരുത്തും കഴിവും തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.